കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കേരളത്തെ പ്രകമ്പനം കൊള്ളിച്ച ഒരു മുദ്രാവാക്യം അല്ലെങ്കിൽ ഒരു ഗാനം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കും. സ്വർണം കട്ടവരാരപ്പ സഖാക്കളാണ് അയ്യപ്പ എന്ന്, പോറ്റിയെ കേറ്റിയെ എന്നാരംഭിക്കുന്ന ഒരു പാരഡി ഗാനം. സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഈ ഗാനം പാടേണ്ടത് അല്പസ്വല്പം വ്യത്യാസമായിട്ടാണ്. സ്വർണം കട്ടവരാരപ്പ, പണം കട്ടവരാരപ്പ, സംഖ്യകളാണ് ഈ അയ്യപ്പ. അയ്യപ്പനല്ല, ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ പണമാണ് ഇവർ മോഷ്ടിച്ചത്. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് മനസ്സിലായില്ല. അയോധ്യയിലെ സ്വർണ്ണക്കൊള്ളയെക്കുറിച്ചാണ്, അയോധ്യയിലെ പണാപഹരണത്തെക്കുറിച്ചാണ്, അയോധ്യയിലെ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഭൂമി ഇടപാടുകളെക്കുറിച്ചാണ്. ആദിമധ്യാന്തം കളവാണ്, ആദിമധ്യാന്തം കൊള്ളയാണ്. ചെറിയ സംഖ്യയൊന്നുമില്ല, കോടിക്കണക്കിന് ഉറുപ്പികയാണ് ഒറ്റ അടിക്ക് അടിച്ചു മാറ്റിയത്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ എത്ര കോടി രൂപയാണ് അവിടെ ഒരു ദിവസത്തെ നടവരവ്, എത്രയാണ് ചിലവ്, എത്രയാണ് മിച്ചമൂല്യം എന്ന് ആർക്കും അറിയില്ല. പണം ഇങ്ങനെ വന്ന് മറിയുകയാണ്. വടക്കേ ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലൊക്കെ ഉള്ള വലിയ ഭക്തന്മാർ വളരെയധികം പണവും സ്വർണവും വെള്ളിയുമൊക്കെ ക്ഷേത്രത്തിൽ കൊണ്ടുവന്ന് ചൊരിയുകയാണ്. നമ്മുടെ കേരളത്തിലുള്ള പോലെയുള്ള ക്ഷേത്രങ്ങളല്ല. ഇവിടെയൊക്കെ അന്തിത്തിരി അധികം ബുദ്ധിമുട്ടുള്ള ക്ഷേത്രങ്ങളുണ്ട്, നടവരവ് കുറഞ്ഞ ക്ഷേത്രങ്ങളുണ്ട്, നടവരവ് അല്പം കൂടിയ ക്ഷേത്രങ്ങളുണ്ട്. ഗുരുവായൂർ അല്ലെങ്കിൽ ചോറ്റാനിക്കര, അതുമല്ലെങ്കിൽ ശാർക്കര ക്ഷേത്രം പോലെയുള്ള സാമാന്യത്തിൽ നടവരവുള്ള ക്ഷേത്രങ്ങളുണ്ട്. പിന്നെ ശബരിമല പോലെ വലിയ തോതിൽ പണം വന്ന് മറിയുന്ന സ്ഥലങ്ങളുണ്ട്. എവിടെയൊക്കെ ക്ഷേത്രങ്ങളുണ്ടോ അവിടെയൊക്കെ കളവുണ്ട്, അതിൽ യാതൊരു സംശയമില്ല. ഗുരുവായൂർ അമ്പലത്തിലുള്ള അത്തരം കളവ് ചോറ്റാനിക്കരയിലില്ല, അല്ലെങ്കിൽ ചോറ്റാനിക്കരയുള്ളതിനേക്കാൾ കളവാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടക്കുന്നത്. ശബരിമലയുടെ കാര്യം പറയാനുമില്ല, അവിടെ തൊട്ടാൽ ഒട്ടും എന്ന രീതിയിലാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മുടെ ഇവിടുത്തെ സംഘപരിവാറുകാർക്ക്, RSSകാർക്ക് എപ്പോഴും പറയാനുള്ളൊരു കാര്യമുണ്ട്. അതെന്ന് വെച്ചാൽ ഈ ക്ഷേത്ര ഭരണത്തിൽ സർക്കാരിന് എന്താ കാര്യം, സർക്കാരിന് എന്താ കാര്യം, ഹൈക്കോടതിക്ക് എന്താ കാര്യം? ഇവരൊക്കെ പരിശോധിക്കേണ്ട കാര്യമാണ് ദേവസ്വം ബോർഡ്. ദേവസ്വം ഭരണം ഹിന്ദുക്കളെ ഏൽപ്പിക്കണം, വിശ്വാസികളെ ഏൽപ്പിക്കണം. അവിശ്വാസികൾക്ക് ക്ഷേത്ര ഭരണത്തിൽ എന്താണ് കാര്യം, അന്യ സമുദായക്കാർക്ക് എന്താണ് കാര്യം? അന്യ സമുദായക്കാരും കൂടി ചേർന്ന് നടത്തുന്ന മതേതര ഭരണകൂടം എന്തിനാണ് ക്ഷേത്ര സ്വത്തുക്കളിൽ കൈയിട്ട് വരുന്നത്? എന്തുകൊണ്ടാണ് ഇത് നിയന്ത്രിക്കാനും ഇത് ഓഡിറ്റ് ചെയ്യാനും ഒക്കെ സർക്കാർ മുന്നോട്ട് വരുന്നത്? ഇവിടെ ഹിന്ദുക്കളില്ലേ, ഹിന്ദുക്കളുടെ കാര്യം നോക്കാൻ ഹിന്ദുക്കൾക്ക് അറിയില്ലേ? വേറെ ഏതെങ്കിലും സമുദായക്കാരുടെ കാര്യത്തിൽ കോടതി ഇടപെടുന്നുണ്ടോ? വേറെ ഏതെങ്കിലും സമുദായക്കാരുടെ ക്ഷേത്ര അല്ലെങ്കിൽ ദേവാലയ ഭരണകാര്യത്തിൽ സർക്കാർ ഇടപെടുന്നുണ്ടോ? ദേവസ്വം ബോർഡിൻ്റെ മാതൃകയിൽ ഇവിടെ ഒരു ചർച്ച് ബോർഡോ അല്ലെങ്കിൽ മസ്ജിദ് ബോർഡോ ഉണ്ടോ? അപ്പോൾ ഇതിനൊക്കെ ഒരു പരിഹാരം കണ്ടെത്തുന്നുണ്ട്. ഇവർ സ്ഥിരം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യം, നിങ്ങളെ ഓരോരുത്തരും ഈ ചോദ്യം കേട്ട് കാണും എന്ന് ഞാൻ വിചാരിക്കും. സംഗതി ശരിയാണ്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ അഴിമതിയുണ്ട്, മോഷണമുണ്ട്, കളവുണ്ട്, ഒരു സംശയമില്ല. കൊച്ചി ദേവസ്വം ബോർഡിൽ അത്ര തന്നെയില്ല, കാരണം ഇവിടെ അത്രയും നടവരവുള്ള ക്ഷേത്രങ്ങളില്ല, അതുകൊണ്ടാണ്. എന്നാലുമുണ്ട് അവരുടെ കഴിവിനും ബോധ്യത്തിനും ചേർന്ന രീതിയിലുള്ള മോഷണം കൊച്ചി ദേവസ്വം ബോർഡിൽ നടക്കുന്നുണ്ട്. ഇനി ദേവസ്വം ബോർഡ് മെമ്പർമാരും വോട്ടിച്ചില്ലെങ്കിലും ഉദ്യോഗസ്ഥന്മാരും അതുപോലെ ശാന്തിക്കാരും അവരാൽ കഴിയുന്ന രീതിയിലുള്ള കളവും തട്ടിപ്പുമൊക്കെ ചെയ്യുന്നുണ്ട്. മലബാർ ദേവസ്വം ബോർഡിലും അല്ലെങ്കിൽ ഗുരുവായൂർ ദേവസ്വത്തിലൊക്കെ ഇത് തന്നെ സംഭവിക്കുന്നുണ്ട്, ഇല്ലയെന്ന് ആരും പറയില്ല. ഇനി ദേവസ്വം ബോർഡില്ലാത്ത മറ്റ് സമുദായക്കാരുടെ കാര്യത്തിലും കളവിന് കുറവൊന്നുമില്ല. നല്ല നടവരവുള്ള ക്രിസ്ത്യൻ പള്ളികളിലായിക്കോട്ടെ, മുസ്ലിം ദേവാലയങ്ങളിലാവട്ടെ, പ്രത്യേകിച്ച് ഈ ചന്ദനക്കുടം, കൊടികുത്ത് മുതലായ കലാപരിപാടികൾ നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഭരണസമിതി അംഗമാകാൻ വേണ്ടി നടക്കുന്ന തെരഞ്ഞെടുപ്പ് മാത്രം നോക്കിയാൽ മതി, എത്ര രൂപയാണ് ഓരോരുത്തരും ചിലവാക്കുന്നത്. സംഗതി വളരെ സിമ്പിളാണ്. എവിടെ പണമുണ്ടോ അവിടെ കളവുണ്ടോ. അതിന് വലിയ മാർക്സോ എംഗൽസോ ലെനിനൊന്നും ആവേണ്ട ആവശ്യമില്ല. മാത്രവുമല്ല, ഈ ദൈവത്തിൻ്റെ മുതൽ പൊട്ടിക്കാനായിട്ട് കൈക്കാരന്മാർക്കാണെങ്കിലും വൈദികർക്കാണെങ്കിലും പൂജാരിമാർക്കാണെങ്കിലും വലിയ ഉത്സാഹമായിരിക്കും. കാരണം എന്താ പറയുമോ, യഥാർത്ഥത്തിൽ ദൈവമില്ല എന്ന കാര്യം വേറെ ആരെക്കളെന്നായിട്ട് ഇവർക്കറിയാം. അവർക്ക് തികഞ്ഞ ബോധ്യമുണ്ട്, ദൈവം എന്ന് പറഞ്ഞൊരു സംഗതിയില്ല. അതുകൊണ്ട് ഈ പണം പൊട്ടിച്ചാൽ ദൈവശാപം കിട്ടുക എന്നൊരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നില്ല. പിന്നെ പോലീസ് കേസല്ലേ, അത് നമുക്ക് വന്നെടുത്ത് വെച്ച് കാണാം എന്നുള്ളതാണ് ഇതിൻ്റെ പുറകിലുള്ള അടിസ്ഥാനപരമായിട്ടുള്ള മനഃശാസ്ത്രം. അപ്പോൾ സിഖ് ഗുരുദ്വാര പ്രബന്ധക് കമ്മിറ്റിയിലാണെങ്കിലും അഴിമതി ഉണ്ടാവും, വഖഫ് ബോർഡിലാണെങ്കിലും അഴിമതി ഉണ്ടാവും, ദേവസ്വം ബോർഡിലാണെങ്കിലും അഴിമതി ഉണ്ടാവും. ഇനി സർക്കാരിൻ്റെ ഒരു നിയന്ത്രണമില്ലാതെ സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം രൂപീകരിക്കപ്പെട്ട ഒരു ട്രസ്റ്റാണ് അയോധ്യയിലെ ക്ഷേത്രത്തിൻ്റെ കാര്യങ്ങൾ പരിഗണിക്കുന്നത്, പരിശോധിക്കുന്നത്. അതിൽ BJPക്കാരും BJP അനുഭാവികളുമായിട്ടുള്ള ആളുകളാണ് കൂടുതലായിട്ടുള്ളത്, യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. അവർക്കെന്താ കാശ് കഴിക്കുമോ? ഒട്ടും കഴിക്കുകയില്ല എന്ന് മാത്രമല്ല,
ഇങ്ങനെയുള്ള കലാപരിപാടികൾ നടത്തി കഴിഞ്ഞാൽ ഇതിന് യാതൊരു പ്രത്യാഘാതവും ഉണ്ടാകുകയില്ല, യാതൊരു ക്രിമിനൽ നടപടിയും നേരിടേണ്ടി വരില്ല എന്ന കാര്യവും അവർക്കറിയാം. കാരണം യു പി ഭരിക്കുന്നത് യോഗി ആദിത്യനാഥാണ്, കേന്ദ്രം ഭരിക്കുന്നത് നരേന്ദ്രമോദിയാണ്, പിന്നെ ട്രസ്റ്റിൽ ഇവർക്ക് ഭൂരിപക്ഷമുള്ള ആളുകളാണ്. അപ്പോൾ എങ്ങനെ പോയാലും കളവ് കണ്ടുപിടിക്കപ്പെടുകയില്ല, കണ്ടുപിടിച്ചാലും പുല്ലാണ്. ഇത് തെളിയിക്കാൻ പറ്റുകയില്ല, ശിക്ഷിക്കാൻ പറ്റുകയില്ല എന്ന് ആർക്കറിയാം? ഈ ട്രസ്റ്റിലെ അംഗങ്ങൾക്കറിയാം. അതുകൊണ്ടാണ് അവർ ഇതുപോലെയൊക്കെയുള്ള പ്രവൃത്തികൾ ചെയ്യുന്നതും ചെയ്യാനുള്ള സൗകര്യവും സമയവും ഒക്കെ ഉണ്ടായി കൊടുക്കുന്നത്. അപ്പോൾ അയോധ്യയിലുണ്ടായ മോഷണം എന്ന് പറയുന്നത് ഒറ്റപ്പെട്ട സംഭവമേ അല്ല. കാശിയിലായാലും മധുരയിലായാലും വേറെ എവിടെയാണെങ്കിലും ക്ഷേത്രവുമായി ബന്ധപ്പെട്ട എന്തൊക്കെ ചടങ്ങുകളുണ്ടോ അവിടെയൊക്കെ മോഷണമുണ്ടാവും. ഇനി സിഖുകാരുടെ ആയിക്കോട്ടെ, മുസ്ലിങ്ങളുടെ ആവട്ടെ, ക്രിസ്ത്യാനികളുടെ ആയിക്കോട്ടെ, ഏത് ദേവാലയവുമായിട്ട് ബന്ധപ്പെട്ടും ഇതുപോലുള്ള കലാപരിപാടികൾ നടക്കുന്നുണ്ടാവും എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. സത്യത്തിൽ ഈ ദേവസ്വം ബോർഡ് ഉള്ളതുകൊണ്ടാണ് ക്ഷേത്രങ്ങളിൽ കൊള്ള അധികം നടക്കാത്തത് എന്നുകൂടി എനിക്ക് അഭിപ്രായമുണ്ട്. ഇത് കേൾക്കുമ്പോൾ സംഘപരിവാറുകാരായ ആളുകൾ അല്ലെങ്കിൽ ശുദ്ധ ഹിന്ദുത്വവാദികൾ സർക്കാർ നിരപേക്ഷമായിട്ട് ഹിന്ദു ക്ഷേത്രങ്ങളുടെ സ്വത്ത് വകകൾ കൈകാര്യം ചെയ്യണം എന്ന് ശഠിക്കുന്ന ആളുകൾ, അവർക്ക് എല്ലാവർക്കും ദേഷ്യം വരും എന്ന് എനിക്കറിയാം. പക്ഷേ സത്യം ഇതാണ്, ദേഷ്യപ്പെടേണ്ടവർക്ക് ദേഷ്യപ്പെടാം. അതിന് കളവ് തടയാനായിട്ട് സർക്കാരിൻ്റെ ഇടപെടലും സർക്കാർ വിഭാഗങ്ങളുടെ ഓഡിറ്റിങ്ങും അനിവാര്യമാണ് എന്ന് ഞാൻ ഒരിക്കൽ കൂടി അടിവരയിട്ട് പറയുകയാണ്. ഇത് കാണുന്ന എല്ലാ ആളുകളും എനിക്കെതിരാവുമെങ്കിൽ പോലും എൻ്റെ അഭിപ്രായത്തിൽ യാതൊരു മാറ്റവുമില്ല. ജയ് ഹിന്ദ്.